2 ദിവസം മഴ പെയ്താൽ കോട്ടയം പാറപ്പാടം ദേവീക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെള്ളം കയറും. മൂന്നാമതൊരു ദിവസം കൂടി മഴ പെയ്താൽ പിന്നെ ഇവിടെ ദർശനം പോലും സാധ്യമാകില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം ഉയർത്തി പുനർനിർമ്മാണം നടത്തണമെന്നത് ഭക്തജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതിയിൽ നിന്നും അനുമതി ലഭിക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ്. വ്യത്യസ്തമായ ചില ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലൊന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറ്റുന്നത് സമീപത്തെ മുസ്ലിം കുടുംബം തോക്കിൽ വെടിയുതിർത്ത ശേഷമാണ് എന്നതാണ്. മറ്റൊന്ന് ക്ഷേത്രത്തിലേക്ക് കൊടിക്കൂറകൾ നൽകുന്നത് സമീപത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമാണെന്നതും. ദിവസേന നൂറുകണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്ന ക്ഷേത്രമാണെങ്കിലും മഴക്കാലമായാൽ പലപ്പോഴും ദർശനം മുടങ്ങും. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രാങ്കണം. ഓരോ വർഷവും 2-3 തവണ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ വെള്ളം കയറി നിത്യപൂജയും മറ്റു ചടങ്ങുകളും ദിവസങ്ങളോളം മുടങ്ങാറുണ്ട്. എല്ലാ വർഷവും ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചത്തോളം ക്ഷേത്രം അടച്ചിടേണ്ട ഒരു അവസ്ഥ ഇതിനു മുമ്പും എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ ശ്രീകോവിലിന് ഉള്ളിൽ വരെ വെള്ളം കയറി നിത്യപൂജയ്ക്ക് വരെ വിഘ്നം വരുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഇവിടെ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം 6 അടിയോളം ഉയർത്തി പുനർനിർമ്മാണവും പുനഃപ്രതിഷ്ഠയും നടത്തണമെന്ന ആവശ്യം വളരെ കാലങ്ങളായി ഭക്തജനങ്ങളും ക്ഷേത്രോപദേശക സമിതിയും ഉന്നയിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഭക്തജനങ്ങളിൽ നിന്നടക്കം സംഭാവനകൾ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിനാൽ കോടതിയുടെ അനുമതി കൂടി ലഭിച്ച ശേഷം മാത്രമേ ദേവസ്വം ബോർഡിന് അനുമതി നൽകാൻ കഴിയൂ. ഈ നിരന്തരം ഞങ്ങൾ AC ഓഫീസിൽ പോവുകയും അവരെ കാണുകയും AE കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് പറയുന്നത്, കോർട്ട് ഓർഡർ വേണം, അതുകൊണ്ട് എന്നാലേ ഉള്ളൂ നമുക്കത് ചെയ്യാനൊക്കെ ഉള്ളെന്ന്. അത് ഇത് നമ്മൾ കഴിഞ്ഞ 18 വെള്ളപ്പൊക്കം എന്ന് പറയും, അതിൽ പൊക്കം ഏകദേശം വന്ന വെള്ളം ശ്രീകോവിൽ അടഞ്ഞ 1 മാസക്കാലത്തോളം ക്ഷേത്രം അടച്ചിട്ടുണ്ട് വന്നത്. പിന്നെയാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ഇറങ്ങിയത്. ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ നിർമ്മാണങ്ങളും സംഭാവനകൾ സ്വീകരിക്കുന്നതും മറ്റും സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് പുറമേ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാറപ്പാടം ക്ഷേത്രത്തിലെ നിർമ്മാണത്തിന് കോടതിയിൽ നിന്നും അനുമതി ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വൈകാതെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.